വാർത്തകളിലേക്ക് സ്വാഗതം. ഡയമണ്ട് മണിയൂരിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം. സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരാധനാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏതൊരാളിലും പരിമിതികളെ ഉലംഘിച്ച് ഒരുമയുടെ സംസ്കാരം രൂപപ്പെടുന്നത് നാട്ടിൻപുറത്തെ ക്ലബ്ബുകളിലൂടെ ആണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സുഭാഷ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഗ്രാമങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും സംസ്കാരം ഉണ്ടാവുന്നത് ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ക്ഷേത്രങ്ങളുമായിട്ട്, പള്ളികളായിട്ട്, മോസ്കുകളായിട്ട്, സിനഗോഗുകളായിട്ടൊക്കെ ചേർന്നിട്ടാണ് ഒരു സംസ്കാരം രൂപീകരിക്കുന്നത്. പക്ഷെ ആ സംസ്കാരത്തിന് ഒരു പരിമിതിയുള്ളത് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ട് ഒതുങ്ങിപ്പോകുന്നതാണ്. അതിന് പകരം പിന്നെ മനുഷ്യന് കണ്ടുപിടിച്ച രണ്ടാമത്തെ ആരാധനാലയമാണ് ക്ലബ്ബുകൾ എന്ന് പറയുന്നത്, സാംസ്കാരിക സ്ഥാപനം. അപ്പം ഒരു ക്ലബ്ബ് ഒരു രണ്ടാം ക്ഷേത്രമാണ്. അതായത് മതത്തിൻ്റെയോ ജാതിയുടെയോ പരിമിതി കൊണ്ട് ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങളും മോസ്കുകളും സിനഗോഗുകളും പള്ളികളും എല്ലാം അതിൻ്റേതായ ഒരു പരിമിതി പ്രകടിപ്പിക്കുമ്പോൾ ആ പരിമിതിയെ ഉല്ലംഘിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ഗ്രാമപ്രദേശത്ത് ഓരോ ക്ലബ്ബുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ജാതി മതഭേദമന്യേ, ആബാലവൃത്ത വ്യത്യാസമന്യേ വന്ന് ഒത്തുകൂടുവാനും സാംസ്കാരികമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ അവതരിപ്പിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും സാധിക്കും. ഇവിടെ ക്ഷേത്രമുണ്ട്, അതിൻ്റെ നന്മ നിറഞ്ഞ അന്തരീക്ഷമുണ്ട്, ഒപ്പം ഒരു വലിയ ക്ലബ്ബ് 50 വർഷമായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു തികഞ്ഞ ഗ്രാമമാണ്, സന്തോഷപൂർണമായ ഗ്രാമമാണ്, നന്മ നിറഞ്ഞ ഗ്രാമമാണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള സന്തോഷത്തോടെ ഗ്രാമവിശുദ്ധി കാത്തുസൂക്ഷിച്ച് ജനകീയ ഇടപെടലിലൂടെ മണിയൂരിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഡയമണ്ടിന്റെ വാർഷികത്തിൽ 100 കണക്കിന് പേരാണ് പങ്കെടുക്കുവാനെത്തിയത്. മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന ചിത്രരചനയിൽ വിജയികളായവർക്ക് സുഭാഷ് ചന്ദ്രൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ശ്രീ സൂര്യദേവ് ഏറ്റവും മികച്ച ചിത്രകാരിക്കുള്ള സ്വർണ്ണ മെഡൽ, അമയ ബി മനോജ് സ്മാരക സ്വർണ്ണ മെഡൽ ലഭിച്ചത് മിൻഹ മെഹറിൻ. നഴ്സറി വിഭാഗം 1ാം സ്ഥാനം നിഹാര ഹരി. നഴ്സറി വിഭാഗം 2ാം സ്ഥാനം സാക്ഷി സോനു ചിലമ്പന്റെ വിട. മൂന്നാം സ്ഥാനം ആരാധ്യ ജിതിൻ മാണിക്കോത്ത്. ആരാധ്യ ജിതിൻ. LP വിഭാഗം 1ാം സ്ഥാനം ഷാരോൺ പി ഓർക്കാട്ടേരി. ഷാരോൺ പി ഓർക്കാട്ടേരി. LP വിഭാഗം 2ാം സ്ഥാനം ശിവദ രതീഷ് കായണ്ണ. LP വിഭാഗം 3ാം സ്ഥാനം ജീവൻ സാജ് ചെറുവണ്ണൂർ. ജീവൻ സാജ് ചെറുവണ്ണൂർ. UP വിഭാഗം 1ാം സ്ഥാനം ധനശ്യാം താഴെ കൈവേലി കൈനാട്ടി. UP വിഭാഗം 2ാം സ്ഥാനം ധ്യാൻ രൂപേഷ് കരുവഞ്ചേരി. സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗമാണ്. 1ാം സ്ഥാനം അൽക്ക SV ചെറുവണ്ണൂർ. അൽക്ക SV ചെറുവണ്ണൂർ. 2ാം സ്ഥാനം അഞ്ജന ഷിബു വൃന്ദാവനം മണിയൂർ. അഞ്ജന ഷിബു മണിയൂർ. 3ാം സ്ഥാനം ആരതി പി മേപ്പള്ളി. 3ാം സ്ഥാനം ആരതി പി മേപ്പള്ളി. മണിയൂർ ഗണപതി ക്ഷേത്ര നടയിലായിരുന്നു പരിപാടികൾ. മറ്റ് ക്ലബ്ബ് ഭാരവാഹികളും സാംസ്കാരിക പ്രവർത്തകരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഡയമണ്ട് മണിയൂരിന്റെ ഭാരവാഹികളായ മുകുന്ദൻ മാസ്റ്റർ, പത്മനാഭൻ, സുനിൽകുമാർ എന്നിവർ ടൈം ടിവിയോട് സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത ഗായകൻ അലോഷി ഗസലുകൾ ആലപിച്ചു.
ഗ്രാമത്തെ യഥാർത്ഥത്തിൽ വെളിച്ചത്തിന്റെ വഴിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നത് വിദ്യാഭ്യാസമാണെന്ന് ആ തിരിച്ചറിവിൽ ഞങ്ങൾ അതിന്റെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പഠിക്കുകയും കൂടെയുള്ളവരെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ട സൗകര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള പ്രയാസമായാലും അതൊക്കെ തന്നെ മറികടന്ന് മുന്നോട്ട് വരാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ അതിന്റെ നാടക പ്രവർത്തനം ആയാലും അതുപോലെ സർഗാത്മക രചനകളായാലും ഒക്കെ തന്നെ ഡാമിന്റെ കാര്യം കഴിയുന്നതിനനുസരിച്ച്, അതായത് നേരത്തെ ഒരു കുട്ടിക്കാലത്ത് നടത്തിയിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഈ മേഖലകളിലെല്ലാം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു വർഷത്തിനിടയിൽ പല പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വനിതാ സെമിനാർ, വികസന സെമിനാർ, കുട്ടികളുടെ പരിപാടികൾ, വയോജനങ്ങളുടെ പരിപാടികൾ, അതുപോലെ ക്ലബിലെ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന കലാപരിപാടികൾ, ഘോഷയാത്ര. ഇതിനോടനുബന്ധിച്ച് ഇന്നലെ ഒരു കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കൊണ്ടുള്ള ഒരു വിളംബര ജാഥ നടത്തുകയുണ്ടായി. ഇങ്ങനെ വൈവിധ്യങ്ങളാർന്ന പരിപാടികളാണ് ഒരു വർഷത്തേക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ